ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പ ശരണം. ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രഥമസ്കന്ധത്തിലെ, അതായത് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ സാരാംശം എനിക്കറിയാവുന്നത് പോലെ പറയുന്നതാണ്. അതായത് ആത്മാവായ വസുദേവപുത്രനെ നാം നമിക്കുന്നു. പിന്നെ ജഗത്തിന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും പ്രളയത്തിനും ആദി കാരണനായവനും പ്രത്യക്ഷമായും പരോക്ഷമായും സകല ചരാചരങ്ങളെയും അറിയുന്നവനും സർവസ്വതന്ത്രനും ആദി കവിയായ ആദി സൃഷ്ടിയായ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് വേദങ്ങൾ പകർന്നു കൊടുത്തവനും ഭൂമി ജലം അഗ്നി എന്തൊക്കെ ചൊല്ലി ദേവന്മാർ ഋഷികൾ മുതലായവരിൽ പോലും മായയുടെ വിഭ്രാന്തി ജനിപ്പിക്കുന്നവനും മൂലപ്രകൃതിയുടെ വിനിമയങ്ങളാൽ ആരോപിതമായ ഈ ജഗത്ത് ഉള്ളതെന്ന് തോന്നിപ്പിക്കുന്നവനും മായയ്ക്കതീതമായവനും പരമാത്മാവും അനശ്വരമായിരിക്കുന്ന പരംപൊരുളായ ശ്രീകൃഷ്ണനെ ഞാൻ ധ്യാനിക്കുന്നു. ഭൗതിക ധർമ്മങ്ങളെയെല്ലാം വെടിഞ്ഞ് പരമമായി ഹൃദയശുദ്ധിയുള്ള ഭക്തന്മാർ ഇവിടെ അറിയേണ്ടതും സത്യമായ ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്നതും ആദി ഭൗതികവും ആദി ദൈവികവും ആധ്യാത്മികവുമായ 3 താപങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ട ഈ ശ്രീമദ് ഭാഗവതം ഇതുള്ളപ്പോൾ മറ്റൊരു ഗ്രന്ഥം എന്തിനാണ്? ഒരു പരമ ഭാഗവതനാൽ ഇതിന്റെ ശ്രവണ മാത്രയിൽ ഭഗവാൻ ശ്രീഹരി ഹൃദയത്തിൽ ഉറയുന്നു. ഭൂമിയിൽ വിദ്വാൻമാരും ചിന്താതൽപരന്മാരും ആയ ഹേ രസികന്മാരെ, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിലെ പഴുത്ത പഴവും സുഖമുഖത്തു നിന്നും വന്ന നാനാവിധത്തിൽ തികഞ്ഞതും അമൃതവുമായ ആ ശ്രീമദ് ഭാഗവത രസം വേണ്ടുവോളം എപ്പോഴും നിങ്ങൾ പാനം ചെയ്തുകൊണ്ടാലും ഭഗവാൻ വിഷ്ണുവിനെ പ്രിയമായ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷികൾ ഭഗവത് പ്രേമത്തിനു വേണ്ടിയും ഭക്തലോക ക്ഷേമത്തിനു വേണ്ടിയും 1000 വർഷങ്ങൾ പോന്ന ഒരു സത്രം അനുഷ്ഠിച്ചു. പിന്നീടൊരിക്കൽ ആ മുനിമാർ പുലർകാലത്തിൽ ഹോമാഗ്നി ജ്വലിപ്പിച്ച് പ്രഭാത പൂജകൾ ചെയ്തതിന് ശേഷം ബഹുമാനപൂർവം സൂതമുനിയെ, അതായത് സൂതൻ വന്നു, സൂതമുനിയെ ആസന്നസ്ഥനാക്കി ആദരവോടെ ഇപ്രകാരം ആരാഞ്ഞു. ഋഷികൾ പറഞ്ഞു, ഹേ പാപരഹിതനെ, അങ്ങ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം നല്ലവണ്ണം അറിയുന്നവനാണ്. അങ്ങ് സകല പുരാണങ്ങളും ഇതിഹാസ സഹിതം സംശയലേശമന്യേ പറഞ്ഞു തരികയും ചെയ്തു. വേദവിത്തുക്കളിൽ ശ്രേഷ്ഠനായ സൂതമുനെ, അങ്ങ് ഭഗവതംശമായ വ്യാസദേവനെയും ഭൗതികവും ആധ്യാത്മികവുമായ ശാസ്ത്രങ്ങളിൽ വിദഗ്ധരായ മറ്റുള്ള മുനികളെയും അറിയുന്നവനാവുന്നു. സൗമ്യ ഗുണമുള്ള അങ്ങ് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാം നല്ലവണ്ണം അറിഞ്ഞവനാണ്. അവരുടെ ശിഷ്യന്മാരിൽ വെച്ച് നിമഗ്നനായ അങ്ങ് അവരിൽ നിന്നും പഠിച്ച മറ്റുള്ള എല്ലാ രഹസ്യങ്ങൾ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ദീർഘായുസ് കൊണ്ട് അനുഗ്രഹീതനായവനെ എന്നാണു മനുഷ്യനെ പരമമായതും ശ്രേയസ്കരമായതും എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അവയൊക്കെ വ്യക്തമായി അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പൊതുവായി ഈ കലിയുഗത്തിൽ ആധുനിക ജനങ്ങൾ അല്പായുസുകളും അലസന്മാരും മന്ദബുദ്ധികളും നിർഭാഗ്യന്മാരും എല്ലാത്തിനുമുപരി അസ്വസ്ഥരുമാണ്. അത്യധികം വൈവിധ്യമുള്ളതുപോലെ വിഷയങ്ങളുള്ളതുമായ ആ നിരവധി ശാസ്ത്രങ്ങളായ കർമ്മങ്ങൾ കേൾക്കാനും പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് അല്ലയോ സാധു, അവയുടെ മുഴുവൻ സാരവും അങ്ങയുടെ ബുദ്ധി കൗശലം ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത് സകല ജീവികളുടെയും നന്മയ്ക്ക് വേണ്ടിയും ആത്മപ്രസാദമായും ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇത് അവിടത്തേക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ഭക്തരസികരായ ഭഗവാൻ നാരായണൻ ദേവകിയുടെ ജഠരത്തിൽ വസുദേവപുത്രനായി എന്തിനവതരിച്ചു എന്ന കാര്യം അങ്ങ്
എന്ന കാര്യം അങ്ങ് അറിയുന്നത് ഏ സുധ, മഹർഷി ആരുടെ അവതാരമാണോ സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ളത്, അവനെക്കുറിച്ച് കേൾക്കാൻ കൗതുകലരാണ് ഞങ്ങൾ. ഞങ്ങൾക്കത് അങ്ങയാൽ അനുവർണിക്കപ്പെട്ടറിയാൻ. അതിഘോരമായ ജനനമരണ ചക്രത്തിൽ അകപ്പെട്ടുയലുന്നവൻ ഏത് നാമത്തെയാണോ സ്വയം ഭയം പോലും ഭയക്കുന്നത്, ആ കൃഷ്ണനാമം നിസ്സംജ്ഞനായി പോലും ഉച്ചരിക്കുന്ന മാത്രയിൽ തന്നെ അവൻ സംസാരത്തിൽ നിന്ന് മുക്തി നേടുന്നു. ഭഗവാന്റെ പാദകമലങ്ങളിൽ അടിപ്പെട്ട ഭഗവത് ഭക്തിയിൽ മുക്കിയിട്ടുള്ള സന്യാസിമാരുടെ സംഗമം ഒരു ക്ഷണത്തിൽ ഒരുവനെ തീർത്ഥീകരിക്കുന്നു. എന്നാൽ ഏറെ നാളത്തെ അനുസേവനം കൊണ്ട് മാത്രമാണ് ഗംഗാതീർത്ഥം ഒരു ജീവനെ ശുദ്ധീകരിക്കുന്നത്. കലികാല ദോഷങ്ങൾ നീങ്ങുന്നതിനും പ്രാർത്ഥന ആരാധ്യമാവുന്നതുമായ ആ ഭഗവാന്റെ പുണ്യമഹിമയും ലീലയും മുമുക്ഷുക്കളായുള്ള ആരാണ് ശ്രവണം ചെയ്യുന്നത്. ആ നാരായണന്റെ ലീലകൾ ശ്രേഷ്ഠവും ഉദീർണവും ഉത്തമ ഭക്തന്മാരാൽ പരികീർത്തനവുമാണ്. യുഗം തോറും ആവിർഭവിച്ചിട്ടുള്ള അവന്റെ അവതാര ചരിത്രങ്ങൾ ശ്രദ്ധയോടെ ശ്രവണം തൽപരരായിരിക്കുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ആ ഉത്തമ ശ്ലോകന്റെ അത്ഭുത ചരിത്രം കേട്ട് ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. അത് കേട്ടിട്ടുള്ള രസജ്ഞന്മാർ ഓരോ നിമിഷവും ഹൃദ്യമായ ആ രുചി ആസ്വദിക്കുന്നു. അമാനുഷനായ ഭഗവാൻ മനുഷ്യവേഷം ധരിച്ച് അനുജൻ ബലരാമനോട് കൂടി എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. കലികാലം വന്നതറിഞ്ഞ് വിഷ്ണു ഭക്തന്മാരായ ഞങ്ങൾ ദീർഘകാലത്തെ ഈ സത്രത്തിലൂടെ കാലം അത്രയും ഭഗവാൻ ശ്രീഹരിയുടെ കഥാമൃത ശ്രവണത്തിനായി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ദുസ്തരവും മനുഷ്യനിലെ സദ്ഗുണങ്ങളെ ഇല്ലാതാക്കുന്നതുമായ ഈ കലികാല സമുദ്രത്തിൽ ഒരു കപ്പിത്താനെ എന്നോണം അങ്ങ് മോഷേച്ഛക്കളായ ഞങ്ങളെ സന്ദർശിക്കാനിടയായത്. ഈ ഒരു അനുഗ്രഹം കൊണ്ടാണ് യോഗേശ്വരനും ധർമ്മം രക്ഷിക്കുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് യോഗേശ്വരനാണ് ധർമ്മം രക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ പരമാത്മാവ് സ്വന്തം ധാമത്തിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ ധർമ്മം എവിടെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് അങ്ങ് പറഞ്ഞു തന്നാലും. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ അധ്യായം പൂർത്തീകരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.